എന്നാ പിന്നെ പ്രസിഡന്റ് ഇനിയിപ്പോ അങ്ങോട്ട് ലേറ്റ് ആക്കണ്ട, കാണിക്ക വെച്ച് തുറന്നാട്ടെ. അപ്പൊ പിന്നെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ കാണിക്ക വെച്ച് തുറക്കാൻ പോവുകയാണ്. ആയിക്കോട്ടെ, തുറന്നാണ്. തുറക്ക് ഇപ്പൊ കാണാല്ലേ. കാണേണ്ടി വരും. ഒന്ന് വേഗം ആവട്ടെ. പറക്കിയിടാ മൊത്തം. എന്നാ നീ ഇങ്ങോട്ടും നീക്കിയിട്. ഇനിയിപ്പോ തർക്കിച്ചോണ്ടിരിക്കാതെ അങ്ങോട്ട് നീക്കിയിട്. ഇത്രേ ഉള്ളല്ലോ പ്രസിഡന്റ്. ഇപ്പോഴെന്തായി? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ഇതൊന്നും അടിച്ചു മാറ്റിട്ട് നാളെ കളിക്കുന്നു. ആരെ പറ്റി പറയുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? കാശിന് ആവശ്യമുള്ളവന്മാരെ ആരൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എടുത്തവന്മാരൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ബലമായി പോയി. അല്ലെങ്കിൽ ഞാൻ അളിയനെല്ലാം പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അല്ലെ, ഇവിടെ എന്തോ ഒരു കരുവാളി ചെടുപ്പുണ്ട്. അതെ, ഇവിടെ പോടണ്ടോ? അയ്യോ, കൈ മുറിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടോ? അത് സാരമില്ല. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വെച്ചേയും മുരുകയിലേയും കൂടി സമാസം അരച്ച് കഴിച്ചു കഴിഞ്ഞാലേ പെട്ടെന്ന് കരിയും. ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് അവളടുത്ത് എന്ത് പറയുമെന്നുള്ളതാണ് പ്രശ്നം. നീറ്റിലുണ്ട്. എന്തായാലും വൈദ്യനെ ഒന്ന് കാണേണ്ടി വരും. കുട്ടപ്പാണ്ട, വണ്ടിക്കകത്ത് സാധനങ്ങൾ ഇരിപ്പുണ്ട്, എല്ലായിടത്തും അകത്ത് പോയി. അളിയാ, ഈ കാണിക്കുകയും ചെയ്യുന്നതും തുറക്കുന്നു അടയ്ക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. അതെ, ബാലമോഷന്. പക്ഷെ പുള്ളിയെ സംശയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ പഞ്ചായത്തിലെ ഏറ്റവും ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനായാണ്. അതുമല്ല അളിയ, ഈ കീ എന്ന് പറയുന്നത് അത് പിന്നെ ബാങ്കിലെ ലോക്കറിലല്ലേ അളിയായിരിക്കുന്നത്. പ്രസിഡന്റ് അല്ല. ഒരിക്കലും. പക്ഷെ പ്രസിഡന്റുമായിട്ടോ മറ്റു കമ്മിറ്റിക്കാരുമായിട്ടോ അടുത്ത ബന്ധമുള്ള ആളാണ് കക്ഷി. മിക്കവാറും ഒരു ഇടങ്കയ്യനാവാനാണ് സാധ്യത. അതെന്തളിയാ ഇടങ്കയ്യൻ? അളി, താഴിന്റെ ചാവി ഉണ്ടോ? ഉണ്ടളിയാ, ഉണ്ട്. തുറന്നേ. അളിയൻ ഇടങ്കയ്യനല്ലേ? അളിയനല്ലേ പൂട്ടിയതാ. പള്ളിയിൽ നിന്ന് തുറക്കും. തുറന്നളിയാ. ഇനി വലങ്കയ്യനായ ഞാനിത് പൂട്ടിക്കാണിച്ചു. സൂക്ഷിച്ചു നോക്കണം. ശരി. കണ്ടോ, വ്യത്യാസം മനസ്സിലായോ? അതായത് ഇടതൈ തുറന്നപ്പോ പൂട്ടിങ്ങോട്ടും വലതൈ തുറന്നപ്പോ പൂട്ടങ്ങോട്ടും, അതല്ലേ? മനസ്സിലായി. അല്ലേ, എന്നെ സംശയിക്കല്ലേ? ഞാൻ ഇത് കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളല്ലേ. അല്ലെങ്കിൽ അളിയൻ ഇതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാലോ. ഒരു തമാശ. ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തുള്ള ബാങ്കുകളിലേക്ക് ഒന്ന് പോയിട്ട് അളിയനൊന്ന് അന്വേഷിക്കണേ. എന്തന്വേഷിക്കണം? സ്ഥിരമായിട്ട് വരുന്നവരല്ലാത്ത ആരെങ്കിലും വന്ന് ചില്ലറ മാറ്റി നോട്ടാക്കുന്നുണ്ടോന്ന് ഒന്ന് അന്വേഷിക്കേ. കമ്മിറ്റിക്കാരായിട്ട് ബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി പൊക്കിക്കോ, അതായിരിക്കും ആള്. എന്താടാ? നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വെച്ചോ. എന്താ പറ്റി? ആ കറണ്ട് ബില്ല് തട്ടുകാരുടെ മുന്നിലുണ്ടെന്ന്. നിങ്ങൾക്ക് എന്താ പക്ഷെ പ്രാന്താണോ? നിങ്ങൾ റിട്ടയർഡ് ആയ കാര്യം മറന്നുപോയോ? അതവിടെ വെച്ചിട്ടും വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നീ കിടന്നു. നട്ടപ്രാന്ത്. കിടന്നോ?
സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് ഈ കേസിലെ തെളിവ് നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാവുന്നതാണ്. സോ മൈ ഹംബിൾ സബ്മിഷൻ ഈസ് ദാറ്റ് ബെയിൽ ഓഫ് ദ അക്യൂസ് മേ ബി ഡിസ്മിസ്ഡ് ഹിയർ ഓണർ. Bail denied. Over. Next case. കേസ് നമ്പർ SC 342/2018 പ്രതി അലക്സ് ഡാനിയൽ. ഈ ലോകത്ത് എവിടെ പോയി അടിച്ചാലും ഇവിടെ വന്ന് അടിക്കുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെ. ആ അതുപോട്ടെ, തനിക്ക് ഈ ഉറക്കം വരാതിരിക്കാനുള്ള കാര്യം എന്താ? 33 വർഷം പണിയെടുത്തില്ലേ? ഇനി സമാനമായിട്ടിരിക്കേ. വല്ല കാച്ചിലോ ചേമ്പോ ഒക്കെ പൊടിയിൽ നിന്ന് രണ്ടെണ്ണം അടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. തനിക്കത് പറയാം. ഈ വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും ഒന്നും റിട്ടയർമെന്റ് ഇല്ലല്ലോ. ഒന്നും രണ്ടും അല്ലടൂ. 33 വർഷമാണ് ജോലി ചെയ്ത്. പെട്ടെന്നൊരു ദിവസം രാവിലെ സ്വിച്ച് ഇട്ട പോലെ എല്ലാം നിർത്തിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാ ഭയങ്കര മടുപ്പാടും. ആ താനിങ്ങനെ ഇമോഷണൽ ആകാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നത് താനൊന്ന് എൻഗേജ്ഡ് ആയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. അതിനിങ്ങനെ സെൻറ്റി അടിച്ച് ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ എങ്കിടാവുന്ന താൻ പറയുന്നേ? തനിക്ക് പറ്റിയൊരു പണി ഞാൻ പറയട്ടെ. എന്താ അത്? താൻ വലിയ ക്രൈം SI ഒക്കെ അല്ലായിരുന്നു. നമുക്ക് ആ ഒരു ലൈൻ പിടിച്ചാലോ? എന്ത്? എടോ, തെളിഞ്ഞതും തെളിയാത്തതുമായ എന്തോ ഒരു കേസുകളുണ്ടോ നമ്മുടെ നാട്ടില്. ഇതെല്ലാം അന്വേഷിക്കുന്നത് പോലീസുകാർ മാത്രമാണെന്നാണ് തൻ്റെ വിചാരം? രഹസ്യമായിട്ട് അന്വേഷിക്കാൻ ഇവിടെ ആളുണ്ടോ? ഓ, എന്താണ് അവരുടെ പേരൊരു സ്ത്രീ ഉണ്ടല്ലോ, രജനി പണ്ഡിറ്റ്. കേട്ടിട്ടുണ്ടോ അവരെ പറ്റി? അവര് ഡിറ്റക്റ്റീവ് എന്തോ അല്ലേ? വെറും ഡിറ്റക്റ്റീവ് അല്ല, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഹെഡാണ് അവര്. ശ്രീകുമാറെ, രണ്ട് ചോറ്. അതെ, മഹാരാഷ്ട്രയിലെ പല ഹൈ പ്രൊഫൈൽ മർഡർ കേസുകളും സ്വന്തം റിസ്കിൽ തെളിയിച്ചിട്ടുള്ള സ്ത്രീ അവര്. അവർക്കതാണെങ്കിൽ 10-33 കൊല്ലം കേസ് പിടിക്കാൻ നടന്ന തനിക്കാണോടോ പാട്? അതല്ലടോ, ഇതൊക്കെ നടക്കൂ. കേസ് കിട്ടണ്ടേ? കേസൊക്കെ തനിക്ക് ഞാൻ പിടിച്ചു തരാടോ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് തുടങ്ങാം. അടി. പത്ത് 33 കൊല്ലവേ നിങ്ങൾ പോലീസിൽ ഈ പണിയാനല്ലേ എടുത്ത മനുഷ്യ? പിന്നെ എന്തുദ്ദേശാ വീണ്ടും കേസും അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത്? കെട്ടുപ്രായമായ ഒരു പെങ്കൊച്ചുണ്ടെന്നുള്ള കാര്യം വല്ല ബോധ്യമുണ്ടോ? നിങ്ങൾ എങ്ങോട്ടാ പോവും? എന്നെ വിളിച്ചേക്കില്ലേ? ദിവസം കാലത്ത് മനസ്സമാനത്തോടെ അടുത്ത ആഴ്ച നോക്കാം. എന്തെങ്കിലും പറഞ്ഞിറങ്ങാൻ ആരോട് പറയാ? ഇപ്പൊ വിളിക്കാം. അതെങ്ങനാ തേങ്ങ പൊതിക്കാനുള്ള ഉപകാരം കൂടി. അച്ഛാ, മാമനും കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്, കുടിച്ചോ. മാമള നമസ്കാരം. എന്താ അളിയാ? ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് അളിയനെ ഒന്ന് ആദരിക്കാൻ തീരുമാനിച്ചു. ഈ നാടിനും നാട്ടുകാർക്കും സാറ് ചെയ്തത് വലിയൊരു സേവനമാണ്. അളിയൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ കാണിക്ക വഞ്ചി കട്ടവനെ കയ്യോടെ പൊക്കി. നമ്മുടെ ബാലമാഷിന്റെ കൊച്ചുമോനായിരുന്നു കക്ഷി. മാഷ് പറഞ്ഞിട്ട് അമ്പലത്തിലെ പുതിയ പൂട്ടും താക്കോലും വാങ്ങിച്ചത് ഈ ചെറുക്കനാ. അളിയൻ പറഞ്ഞത് കറക്റ്റാ. ആളൊരു ഇടകയ്യനായിരുന്നത്. ചില്ലറ നോട്ടാക്കാൻ പോയപ്പോഴാ ബാങ്കിന്റെ CC ക്യാമറ ആള് കുടിക്കുന്നത്. അപ്പൊ എന്തായാലും സെക്രട്ടറി, ഇനിയിപ്പോ ലേറ്റ് ആക്കണ്ട, ആ ചടങ്ങ് അയ്യോ അല്ല, അതൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഞങ്ങളുടെ ഒരു സന്തോഷം. ഓ ആയിക്കോട്ടെ. എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സെക്രട്ടറി ആദരിക്ക്. ആയിക്കോട്ടെ. അപ്പൊ അളിയ മോളെ വസന്തേ, ഞങ്ങളുടെ അമ്പല കമ്മിറ്റിയുടെ അടിയന്തര സാഹചര്യങ്ങൾ വിലയിരുത്താൻ പുതിയൊരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. പോയിട്ട് വരാം. ഒന്ന് വേഗം ഇറങ്ങണേ. ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ അടിയന്തര കമ്മിറ്റി എങ്ങനെ കൂടും? നിങ്ങൾ നന്നാവില്ല മനുഷ്യ.